ഷാനവാസും ഒനിലും ഒക്കെ ബിന്നിയുടെ ഹസ്ബൻഡിനോട് സംസാരിക്കുകയാണ്. ബിന്നിയുടെ ഹസ്ബൻഡ് പറയുകയാണ്, അഭിലാഷൊക്കെ പോയപ്പോൾ ഭയങ്കര ഒരു സെൻറ്റിമെൻ്റൽ അവസ്ഥയായിപ്പോയി. അഭിലാഷിന് ഭയങ്കര വിഷമമുണ്ട്. ഇത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു എവിക്ഷൻ ആയിപ്പോയി അഭിലാഷിൻ്റെ എന്ന് പറഞ്ഞപ്പം ഒനിൽ പറയുകയാണ്, അവൻ പോയപ്പോഴും എൻ്റെ അടുത്ത് ഒനിൽ എന്ന് വിളിച്ച് ഭയങ്കര വിഷമിച്ചാണ് അവൻ പോയത്. അവൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്ന് ഒനിൽ പറയുന്നുണ്ട്. ബിന്നിയുടെ ഹസ്ബൻഡ് പറയുകയാണ്, നിങ്ങൾ ഇവിടെ നിൽക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എവിഷനിൽ നിങ്ങൾ ഔട്ടാവുന്ന ആ ഒരു എവിഷൻ ദിവസം അല്ലെങ്കിൽ ആരായാലും ഔട്ടാവുന്ന ആ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെക്കാട്ടി ഒരുപാട് ടെൻഷനിലാണ് ആ വീട്ടിലുള്ള ആൾക്കാർ ഇരിക്കുന്നത്. അറിയാമോ? അത്രയും ടെൻഷൻ എടുത്താണ് ഇരിക്കുന്നത്. നിങ്ങൾ ഔട്ടാവുമോ എന്നുള്ള ഒരു ഭയത്തിലാണ് അവരും ഇരിക്കുന്നത്. അത്രയും പറഞ്ഞപ്പോഴത്തേനും ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായിരുന്നു, പറയാൻ പാടില്ലാത്ത ഒരു കാര്യങ്ങളും അവിടെ പറയാൻ പാടില്ല എന്ന്. അപ്പം ബിന്നിയുടെ ഹസ്ബൻഡ് പറയുന്നുണ്ട്, അത് എന്നോടാണ് പറഞ്ഞത്, നിങ്ങളോട് ആരോടുമല്ല. അപ്പം ബിന്നി പറയുന്നുണ്ട്, അത് വോട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും പറയണ്ട എന്നുള്ളതായിരിക്കും ബിഗ് ബോസ് ഉദ്ദേശിച്ചത്. ഒനിൽ പറയുന്നുണ്ടായിരുന്നു, ഏഷ്യാനെറ്റിൻ്റെ ഒരു പുതിയ സീരിയൽ തുടങ്ങുന്നു, അതിൻ്റെ ഒരു പ്രൊമോഷനായിട്ട് ഇവിടെ രണ്ടുപേര് വന്നിരുന്നു. അപ്പം ബിന്നി പറയാണ്, കണ്ടായിരുന്നോ ജീവൻ വന്നിരുന്നു. നിനക്കറിയത്തില്ല, ഞാൻ ഏഷ്യാനെറ്റിലെ ഒരു പുതിയ സീരിയലിനകത്ത് ഗസ്റ്റായിട്ട് പോകുന്നുണ്ട്. സീരിയലിൻ്റെ പേര് ഓർക്കുകയാണ് ബിന്നിയുടെ ഹസ്ബൻഡ്. സീരിയലിൻ്റെ പേര് മറന്നുപോയെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട്. അതെ, അതിൻ്റെ ഒരു ഫോട്ടോഷൂട്ട് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് അതിൻ്റെ പേരെത്ര ഓർമ്മ വരുന്നില്ലെന്ന് പറയുന്നുണ്ട് ബിന്നിയുടെ ഹസ്ബൻഡ്. ബിന്നി പറയുന്നുണ്ട്, വീണ്ടും നമ്മൾ രണ്ടൊരു ഏഷ്യാനെറ്റിൻ്റെതിനകത്തായി. എല്ലാവരും കൂടി ഇരുന്ന് പറയുകയാണ്, ഈ ആഴ്ചത്തെ നോമിനേഷനിലേക്ക് വന്നേക്കുന്നത് 8 പേരാണ്, 5 പേര് മാത്രമേ ഉള്ളൂ നോമിനേഷനിൽ വരാതുള്ളത്. ഭയങ്കര ടഫായിട്ടുള്ള ഒരു ആഴ്ചയാണ് ഇനി വരാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് രാത്രിയിലൊരു സംസാരം ഉള്ളതാണ് ഒനിൽ അഭിലാഷുമായിട്ട് ചേർന്നായിരുന്നു. ഇന്നലെ അഭിലാഷ് പോയതിന് ശേഷം ഷാനവാസുമായിട്ട് ചേർന്നിരുന്നായിരുന്നു ജിസേലിനെയൊക്കെ പറ്റിയുള്ള കാര്യം പറഞ്ഞുകൊടുത്തത്. പക്ഷേ ഇന്ന് അവർക്ക് ചാൻസ് കിട്ടുന്നില്ല. കാരണം ബിന്നിയും ബിന്നിയുടെ ഹസ്ബൻഡും കൂടി ഇരിക്കുന്നത് കൊണ്ട് ഇവർക്ക് ആരുടെയും ഒരു കാര്യങ്ങളും പറയാൻ പറ്റാത്ത ഒരു ധർമ്മസങ്കടത്തിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുകയാണ് രണ്ടുപേരും.